വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏത്? ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഏക നാടകം ഏത്? കഥാബീജം. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷ്റഫ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാത്തിമ ബീവി. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു എന്ന നോവലിൽ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ ആണ്. ഏതാണ് ഈ കഥ? അനർഘനിമിഷം. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? MK സാനു. താര, പാപ്പച്ചൻ, ഏലിക്കുട്ടി, പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? താര സ്പെഷ്യൽസ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി. ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉജ്ജീവനം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ 1 എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബാല്യകാലസഖി. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്ത്? കടുവക്കുഴി ഗ്രാമം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്?
എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം ഏത്? 1994 ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? കഥാബീജം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആര്? EM അഷ്റഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് അത്? ചെവിയോർക്കുക അന്തിമ കാഹളം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും.